ഹായ് ഫ്രണ്ട്സ്, ഇതെൻ്റെ മെഷീൻ എംബ്രോയ്ഡറി ആണ് കേട്ടോ. റാൻഡ് ന്യൂയുടെ കമ്പനിയാണ് ഇത്. ഞാൻ വാങ്ങിച്ചിട്ടിപ്പം ഞാൻ 2020 ഈ മെഷീൻ വാങ്ങിച്ചത് കേട്ടോ. പിന്നെ ആ ഇടയ്ക്കൊന്നും എനിക്ക് പഠിക്കാനായിട്ട് ടൈമൊന്നും കിട്ടിയില്ലായിരുന്നു. മോനൊക്കെ ഉള്ളതുകൊണ്ട്, തീരെ കുഞ്ഞായതുകൊണ്ട് പിന്നെ എപ്പോഴെങ്കിലും പഠിക്കാമെന്നൊക്കെ വിചാരിച്ച് ഞാൻ അന്നേ മേടിച്ചിട്ടതായിരുന്നു. പിന്നെ ഞാൻ പഠിക്കാൻ പോയതെന്ന് വെച്ചാൽ 2024 ഞാൻ പഠിക്കാൻ പോയത്. പഠിച്ച് കഴിഞ്ഞിട്ട് ഒന്ന് പ്രാക്ടീസ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചായിരുന്നു. പക്ഷേ അന്നേരം ഞാൻ സർവീസ് ചെയ്തായിരുന്നു കേട്ടോ. ഇതാണെങ്കിൽ എനിക്ക് അവിടെ നിന്നാണ് എനിക്ക് പണി കിട്ടിയത്. സർവീസ് ചെയ്യുന്ന ആളിന് നോർമൽ മെഷീൻ അങ്ങാണ്ട് അറിയത്തുള്ളൂ. പുള്ളിക്കാരൻ ആകെപ്പാടെ കുളവാക്കിയിട്ട് ഫസ്റ്റ് എനിക്ക് പണി തന്നത് ഈ ബെൽറ്റായിരുന്നു. ബെൽറ്റ് പണി എനിക്ക് പഠിച്ചിറങ്ങി കഴിഞ്ഞിട്ടും നല്ല രീതിയിൽ ഞാൻ അവിടെ ഇരുന്ന് ടീച്ചറൊക്കെ നല്ലത് അടിപൊളിയായിട്ട് എന്നെ പഠിപ്പിച്ചായിരുന്നു. അതിന് മുമ്പ് ഞാൻ വേറൊരു സ്ഥലത്തായിരുന്നു പഠിക്കാൻ പോയത്. പക്ഷേ അവിടെ നിന്ന് എനിക്ക് കാര്യമായിട്ടുള്ള റിസൾട്ടൊന്നും കിട്ടിയില്ല. നല്ല രീതിയിൽ പ്രാക്ടീസൊക്കെ ഏകദേശം ഓക്കെയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നല്ല നല്ല ഡിസൈൻസൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കൂടുതൽ ആഗ്രഹിച്ചായിരുന്നു ഞാൻ. പക്ഷേ എനിക്ക് അങ്ങനെ പോകാൻ പറ്റിയില്ല. പിന്നെ രണ്ടാമതാണ് ഞാൻ പഠിച്ചിറങ്ങിയ സ്ഥലത്ത് പോയത് കേട്ടോ. പിന്നെ ഈ മിഷൻ നമ്മൾ ഫസ്റ്റ് പഠിക്കുമ്പം ഏകദേശം നമ്മൾ നന്നായിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്യണം. നമ്മളിപ്പോൾ 3 കാര്യങ്ങളാണ്. ഒന്ന്, നമ്മൾ ഇതിൻ്റെ അടിയിൽ വിട്ട് കൂട്ടുന്നതാണ് ഈ സാധനം. ഇത് ഫോക്കസ് ചെയ്യണം. പിന്നെ ഫ്രെയിം ഫോക്കസ് ചെയ്യണം. പിന്നെ നമ്മൾ തയ്ച്ചും കൊടുക്കണം. അപ്പോൾ ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ മിഷൻ ഏകദേശം നന്നായിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് നമ്മൾ നൂലില്ലാതെ തന്നെ ഒന്ന് പ്രാക്ടീസ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ ബെറ്റർ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നൂലൊക്കെ ഇട്ടിട്ട് പ്രാക്ടീസ് ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ. അങ്ങനെ സർവീസ് ചെയ്ത സമയത്ത് അയാൾ ആകെപ്പാട് കുളവാക്കി തന്നു. പിന്നെ എൻ്റെ മനസ്സങ്ങ് മടിച്ചു. ഞാൻ പിന്നെ അങ്ങ് ഉപേക്ഷിച്ച്, എനിക്ക് വയ്യാന്നും പറഞ്ഞ് ഞാൻ കുറച്ച് നാളത്തേക്ക് ഞാനൊന്നും ചെയ്തില്ലായിരുന്നു കേട്ടോ. പക്ഷേ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു നല്ല രീതിയിൽ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാൻ. പക്ഷെ ഞാൻ വിചാരിച്ചു അല്ലോ ഈ മെഷീനിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ, ഇത് കൊള്ളത്തില്ലേ എന്നൊക്കെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ പഠിക്കുന്ന സ്ഥലത്ത് അവിടെ ഉഷയുടെ ആയിരുന്നു ഇരുന്നത് കേട്ടോ. ഉഷയുടെ മെഷീൻ നല്ല ത്രെഡ്സും കാര്യങ്ങളൊക്കെ നല്ല സൂപ്പറായിട്ട് വരുന്നുണ്ട് എന്ന് പറഞ്ഞു. ഇനി അതിൻ്റെ കംപ്ലൈൻറ്റ് വല്ലതും ആണോ. അപ്പം പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഞാനൊരു കട കാണുന്നത്. അങ്ങനെ ആ ഷോപ്പിൽ പോയിട്ട് ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അങ്ങനെ ഞാൻ ഫോട്ടോസ് വരെ കാണിച്ചു കൊടുത്തു. അപ്പം അയാൾ പറഞ്ഞു അയാൾ എല്ലാം തിരിച്ചാണ് ഇട്ടേക്കുന്നത്, ഇവിടെയൊക്കെ ഏകദേശം മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ അയാളെ വിളിച്ച് സർവീസ് ചെയ്തിട്ട് ഇപ്പം എല്ലാം ഓക്കെ കേട്ടോ. ഇപ്പം എനിക്ക് ഒരു ഇൻട്രസ്റ്റ് വരുന്നുണ്ട്. പഠിച്ച് കാര്യങ്ങളൊക്കെ നമ്മളൊക്കെ ഒന്ന് ചെയ്യുമ്പോഴത്തേക്കും ഒരു ഇൻട്രസ്റ്റ് അല്ലേ. അങ്ങനെ പിന്നെ എൻ്റെ അടുത്ത് പ്രത്യേകം പറഞ്ഞായിരുന്നു തയ്ക്കാതിരിക്കരുത്, നിങ്ങൾ തയ്ച്ച് പഠിക്കണം. ഇതൊക്കെ പെട്ടെന്ന് ആർക്കും പഠിച്ചെടുക്കാൻ പറ്റത്തില്ല എന്നൊക്കെ അത് സത്യമാണ് കേട്ടോ. ഫസ്റ്റൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇതൊക്കെ ഒന്നും പഠിച്ചെടുക്കാനായിട്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പം നമുക്ക് ഒന്ന് തയ്ക്കുന്നതെന്ന് നോക്കാം. ഈ തുണിയിൽ ഞാൻ പ്രാക്ടീസ് ചെയ്ത ക്ലോത്താണ് ഞാൻ ഇപ്പോഴും സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ടീച്ചർ എന്നെ പഠിപ്പിച്ചതാണ് കേട്ടോ. അതുകൊണ്ട് ഈ ത്രെഡ്സൊക്കെ കണ്ടോ, എന്ത് രസമുണ്ട്. പക്ഷെ അതേപോലെയൊന്നും എനിക്കിത് തയ്ച്ചെടുക്കാൻ പറ്റിയില്ലായിരുന്നു കേട്ടോ. അതാണ് എന്നെ ആകെപ്പാട് വിഷമിപ്പിച്ചത്. പിന്നെ സർവീസിൻ്റെ പ്രോബ്ലം ആയിരുന്നു. അപ്പം നന്നായിട്ട് നമ്മൾ ആദ്യം തുടക്കത്തിൽ നല്ല റണ്ണിങ് നന്നായിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. ഇതെല്ലാം പിന്നെ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയതായിരുന്നു. ഇത് ഞാൻ ചെയ്തതാണ്. നമ്മൾ ഫസ്റ്റ് റണ്ണിങ്ങിൽ തന്നെ നന്നായിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. ഇതൊക്കെ ഞാൻ റണ്ണിങ്ങിൽ സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോൾ ഇതേപോലത്തെ നല്ല ക്ലോത്തായിട്ടുള്ള കോട്ടൺ തുണിയിൽ വേണം നമ്മൾ നന്നായിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. അത് ജസ്റ്റ് നമുക്കൊന്ന് ഒന്ന് ചെയ്ത് നോക്കാം. നമ്മൾ ആദ്യം കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. ആദ്യം നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ നന്നായിട്ടൊന്ന് ഏത് കാര്യം നമ്മൾ കുറച്ചൊന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു
ഇത് കിട്ടും നമുക്ക്. ആദ്യം നമ്മൾ മെഷീൻ ഒന്ന് ചവിട്ടി നോക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് മെഷീനെ കുറിച്ച് മനസ്സിലാക്കണം. തുണി നന്നായിട്ട് ഇറുക്കി ഇട്ട് കൊടുക്കണം. നന്നായിട്ട് തുണി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് എംബ്രോയ്ഡറി ത്രെഡ്സ് ആണ് കേട്ടോ ഉപയോഗിക്കുന്നത്. ഇപ്പം ഞാൻ കോട്ടൺ ആണ് കേട്ടോ ഉപയോഗിക്കുന്നത്. നമ്മൾ ഫസ്റ്റ് റണ്ണിങ് സ്റ്റിച്ച് നേരെ തയ്ച്ച് പോകണം കേട്ടോ. അപ്പം ഞാൻ എൻ്റെ കയ്യിലാണ് ഫോൺ ഇരിക്കുന്നതുകൊണ്ട് അതുകൊണ്ടൊരു ഞാൻ ഒരു കൈ കൊണ്ട് ഷൂട്ടിങ്ങും ഒരു കൈ കൊണ്ട് തയ്ക്കുകയും ചെയ്യുകയാണേ. ഇതേപോലെ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് നന്നായിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്കൊരു എന്താ പറയാനാ ഒരു ഫസ്റ്റ് തുടക്കത്തിൽ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് പോയാൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് മെഷീനുമായിട്ടൊരു പരിചയമാവും. നമ്മൾ സ്റ്റിച്ചിങ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ആ സ്വിച്ച് ഓഫ് ചെയ്യണം കേട്ടോ. പിന്നെ വേണ്ടേ ഇതിപ്പോൾ റണ്ണിങ്ങിൻ്റെ ഒരു പൂവ്, ഇതിപ്പോൾ നമ്മൾ ജസ്റ്റ് പ്രാക്ടീസ് ചെയ്ത് ഞാൻ പ്രാക്ടീസ് ചെയ്ത സമയത്ത് ഇതേപോലെ ആയിരുന്നു. തുടക്കത്തിൽ വലിയ റൗണ്ടിൻ്റെ വലുതായിരുന്നു കേട്ടോ. ജസ്റ്റ് ഞാൻ ഫസ്റ്റ് പ്രാക്ടീസ് ചെയ്തപ്പം ഏതാണ്ട് പഠിക്കാൻ പോയ ആദ്യത്തെ സമയത്ത് റണ്ണിങ്ങിലായിരുന്നു പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ അത് കഴിഞ്ഞ് സാറ്റിൻ സ്റ്റിച്ച് തുടങ്ങിയപ്പോഴത്തേക്ക് ഇതേപോലെയൊക്കെ ചെയ്യാനായിട്ട് തുടങ്ങി. ഇത് കാണാൻ ഏകദേശം ഞാൻ എത്രത്തോളം പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അന്നും മെഷീനകത്ത് കുറച്ച് പ്രോബ്ലങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ അങ്ങനെ ചെയ്യും. അപ്പം ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ കാര്യങ്ങൾ കേട്ടോ. പതുക്കെ പിന്നെ ഓരോ കാര്യങ്ങൾ പറയാം. ജസ്റ്റ് ഒന്ന് തുടങ്ങിയെന്നേ ഉള്ളൂ. നന്നായിട്ടൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, താങ്ക് യു, ബൈ.